ഈശോയിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ജനുവരി 31 തീയതി യുവജനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബോസ്കോയുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഘോഷമായിരുന്നു വിശുദ്ധ ജോൺ ബോസ്കോയുടെ ജീവിതം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം നാം ഇപ്രകാരം ധ്യാനിക്കുന്നുണ്ട്. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം കോപിക്കുന്നില്ല, സ്നേഹം വിദ്വേഷം വെച്ചു പുലർത്തുന്നില്ല. ഈ തിരുവചനത്തെയും വിശുദ്ധ ജോൺ ബോസ്കോയുടെ ജീവിതത്തെയും നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. ഒരിക്കൽ പൗളിനോ എന്ന പേരുള്ള ഒരു ബാലൻ ഡോൺ ബോസ്കോയുടെ ഓർട്ടറിയിൽ കളിക്കാനായി വന്നു. അതിനുശേഷം ഓർട്ടറിയിൽ ബലിയർപ്പണമായിരുന്നു. അന്ന് ഓർട്ടറിയിൽ വന്ന എല്ലാ കുട്ടികളും പരിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. എന്നാൽ പൗളിനോ പരിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയുണ്ടായില്ല. ബലിയർപ്പണത്തിന് ശേഷം എല്ലാ കുട്ടികളും പ്രഭാത ഭക്ഷണത്തിനായി റെഫക്ടറിയിലേക്ക് പോയി. എന്നാൽ താൻ അനുരഞ്ജന കുദാശയും ദിവ്യകാരുണ്യവും സ്വീകരിക്കാത്തത് നിമിത്തം തനിക്ക് പ്രഭാത ഭക്ഷണം ലഭിക്കുകയില്ലെന്ന് കരുതി പൗളിനോ റെഫക്ടറിയിലേക്ക് പോയില്ല. ഡോൺ ബോസ്കോ ഇത് ശ്രദ്ധിക്കുകയുണ്ടായി. ഡോൺ ബോസ്കോ പൗളിനോയെ അന്വേഷിച്ചു വരികയും പൗളിനോട് എന്തുകൊണ്ടാണ് പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനിന്ന് അനുരഞ്ജന കുദാശയും ദിവ്യകാരുണ്യവും സ്വീകരിച്ചില്ല, അതുകൊണ്ട് എനിക്ക് പ്രഭാത ഭക്ഷണം ലഭിക്കുമെന്ന് വിചാരിച്ചില്ല. ഡോൺ ബോസ്കോ അവനോട് പറഞ്ഞു, പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് അനുരഞ്ജന കുദാശയും ദിവ്യകാരുണ്യ സ്വീകരണവും നിർബന്ധമില്ല. ഉടൻ തന്നെ പൗളിനോ ചോദിച്ചു, പിന്നെ എന്താണ് വേണ്ടത്? നർമ്മം കലർത്തിക്കൊണ്ട് ഡോൺ ബോസ്കോ പറഞ്ഞു, അതിന് വിശപ്പ് മാത്രം മതി. തുടർന്ന് പൗളിനോയെ ഡോൺ ബോസ്കോ റെഫക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും വയറ് നിറയെ ഭക്ഷണം നൽകുകയും ചെയ്തു. മാത്രമല്ല വൈകുന്നേരം വരെ അവനോടൊപ്പം ഡോൺ ബോസ്കോ കളിക്കുകയുണ്ടായി. അന്നു മുതൽ ഡോൺ ബോസ്കോയും ഓർട്ടറിയും പൗളിനോയുടെ ജീവിതത്തിലെ അനിഷേധ്യ ഘടകങ്ങളായി മാറി. സ്നേഹമുള്ളവരെ, ഡോൺ ബോസ്കോയ്ക്ക് വേണമെങ്കിൽ പൗളിനോയോട് അനുചിതമായി പെരുമാറാമായിരുന്നു. നീ അനുരഞ്ജന കുദാശ സ്വീകരിച്ചില്ല, പരിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിച്ചില്ല എന്ന പേരിൽ പ്രഭാത ഭക്ഷണം കൊടുക്കാതെ ഓർട്ടറിയിൽ നിന്ന് ഇറക്കിവിടാമായിരുന്നു. എന്നാൽ ഡോൺ ബോസ്കോ പൗളിനോയോട് അനുചിതമായി പെരുമാറാതെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് പൗളിനോയെ നയിക്കുകയായിരുന്നു. രണ്ടാമതായിട്ട്, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സലേഷ്യൻ സന്യാസ സമൂഹത്തിൻ്റെ തുടക്കകാലത്ത് സലേഷ്യൻ അച്ഛന്മാരെയും ബ്രദേഴ്സിനെയും രണ്ട് തട്ടിൽ കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇതിൽ മനമെടുത്ത് ബ്രദർമാരിൽ ആദ്യത്തെ അംഗങ്ങളിൽ ഒരാളായ ബുസ്സേത്തി ഓർട്ടറി വിടാൻ തീരുമാനിക്കുകയുണ്ടായി. താൻ കൈപിടിച്ച് ഓർട്ടറിയിലേക്ക് കൊണ്ടുവന്ന മൂക്കുചുറ്റാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇന്ന് അച്ഛന്മാരായി തന്നോട് ആജ്ഞാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബുസ്സേത്തിയുടെ മനസ്സ് നന്നായി മടുത്തു. അങ്ങനെ പട്ടണത്തിൽ പോയി പുതിയൊരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് താൻ ഓർട്ടറിയിൽ നിന്ന് പോവുകയാണെന്ന വിവരം അറിയിക്കുവാൻ ഡോൺ ബോസ്കോയുടെ അടുത്തു വന്നു. ഓർട്ടറിയും ഡോൺ ബോസ്കോയെയും പിരിയുന്നത് മൂലമുള്ള വിഷമം ബുസ്സേത്തി ജോൺ ബോസ്കോയെ അറിയിക്കുകയുണ്ടായി. എന്നാൽ ആ സമയത്ത് ഓർട്ടറിയുടെ എല്ലാമായ ജോൺ ബുസ്സേത്തി പോവുകയാണെങ്കിൽ ഓർട്ടറിയിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്നല്ല ഡോൺ ബോസ്കോ ചിന്തിച്ചത്. മറിച്ച് ബുസ്സേത്തിയോട് ഇപ്രകാരം ഡോൺ ബോസ്കോ ചോദിക്കുകയുണ്ടായി, നീ പുതിയ തൊഴിൽ കണ്ടുപിടിച്ചോ? അവിടെ നല്ല ശമ്പളമുണ്ടോ? പുതിയൊരു ജീവിതം കരുപിടിപ്പിക്കുന്നതിനുള്ള എല്ലാ സഹായവും ഡോൺ ബോസ്കോ വാഗ്ദാനം ചെയ്തു. തുടർന്ന് തൻ്റെ വലിപ്പിൻ്റെ ഡ്രോയർ തുറന്ന് ബുസ്സേത്തിയോട് ഡോൺ ബോസ്കോ ഇപ്രകാരം പറഞ്ഞു, എന്നേക്കാൾ നന്നായി ഈ വലിപ്പിൽ എത്ര രൂപയുണ്ടെന്ന് നിനക്കറിയാം. ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളുക. നിനക്കൊന്നിനും യാതൊരു കുറവുമുണ്ടാവാൻ പാടില്ല. പിന്നീട് പിതൃനിർഭരമായ വാത്സല്യത്തോടെ ബുസ്സേത്തിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഡോൺ ബോസ്കോ ഇപ്രകാരം പറഞ്ഞു, നിനക്ക് ചെറുപ്പം മുതൽ എന്നെയും എനിക്ക് നിന്നെയും അറിയാം. നീ ഡോൺ ബോസ്കോയെ മറക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓർട്ടറിയുടെ വാതായനങ്ങൾ നിനക്കായി എപ്പോഴും തുറന്നിട്ടിരിക്കും. നിന്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും നിനക്ക് വരാം. ഡോൺ ബോസ്കോയുടെ ഈ വാക്കുകൾ കേട്ട് ബുസ്സേത്തിക്ക് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. ഒരു കുട്ടിയെപ്പോലെ ബുസ്സേത്തി കരയാൻ തുടങ്ങി. കണ്ണുനീർ വാർത്ത് ബുസ്സേത്തി പറഞ്ഞു, ഇല്ല, ഡോൺ ബോസ്കോയെയും ഓർട്ടറിയും വിട്ട് എനിക്ക് ഒരിടത്തും പോകണ്ട. പിന്നീട് തൻ്റെ മരണാവസാനം വരെ ബുസ്സേത്തി ഓർട്ടറിയിൽ തുടരുകയുണ്ടായി. സ്നേഹമുള്ളവരെ, ഡോൺ ബോസ്കോയെയും ഓർട്ടറിയെയും വിട്ട് പിരിയാനുള്ള ബുസ്സേത്തിയുടെ തീരുമാനം ഡോൺ ബോസ്കോ അറിയിക്കുമ്പോൾ സ്വാർത്ഥതയോടുകൂടി ബുസ്സേത്തിയെ ഓർട്ടറിയിൽ നിലനിർത്താനല്ല ഡോൺ ബോസ്കോ ശ്രമിച്ചത്. മറിച്ച്
ബുസ്സേത്തിയുടെ തീരുമാനത്തെ അംഗീകരിച്ച് ബുസ്സേത്തിയുടെ നന്മയാണ് ഡോൺ ബോസ്കോ ആഗ്രഹിച്ചത്. എന്നാൽ ജോൺ ബോസ്കോയുടെ നിർമ്മലവും നിഷ്കളങ്കവുമായ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ ബുസ്സേത്തി തൻ്റെ തീരുമാനം മാറ്റിക്കൊണ്ട് ഡോൺ ബോസ്കോയോടൊപ്പം നിലകൊള്ളുകയാണ് ചെയ്തത്. മൂന്നാമതായിട്ട്, സ്നേഹം കോപിക്കുന്നില്ല. ഡോൺ ബോസ്കോയുടെ ഏറ്റവും വിശ്വസ്തനായ സെക്രട്ടറി ആയിരുന്നു ഡോൺ വിജിലേത്തി. ഒരിക്കൽ ഡോൺ ബോസ്കോയ്ക്ക് അതീവ രഹസ്യ സ്വഭാവമുള്ള കുറച്ച് കത്തുകൾ ലഭിക്കുകയുണ്ടായി. എന്നാൽ ഡോൺ ബോസ്കോ അറിയാതെ വിജിലേത്തി ഈ കത്തുകൾ തുറന്ന് വായിക്കുകയുണ്ടായി. പിന്നീട് വിജിലേത്തിക്ക് വിഷമം തോന്നുകയും തൻ്റെ തെറ്റ് ഡോൺ ബോസ്കോയോട് ഏറ്റുപറയുകയുണ്ടായി. എന്നാൽ ഡോൺ ബോസ്കോ വിജിലേത്തിയോട് കോപിച്ചില്ലെന്ന് മാത്രമല്ല, തൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്ന രഹസ്യ സ്വഭാവം ഉള്ളതും അല്ലാത്തതുമായ എല്ലാ കത്തുകളും എടുത്ത് വിജിലേത്തിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയുണ്ടായി. സ്നേഹമുള്ളവരെ, ഡോൺ ബോസ്കോയ്ക്ക് വേണമെങ്കിൽ രഹസ്യ സ്വഭാവമുള്ള തൻ്റെ കത്തുകൾ വായിച്ച തെറ്റിൻ്റെ പേരിൽ വിജിലേത്തിയോട് കോപിക്കാമായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിജിലേത്തിയെ മാറ്റാമായിരുന്നു. എന്നാൽ ഡോൺ ബോസ്കോ വിജിലേത്തിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവകരുണയുടെ ആഴങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. നാലാമതായിട്ട്, സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. നിരീശ്വരവാദിയായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ മരണക്കിടക്കയിലായി. ബന്ധുവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വൈദികനെ കാണുവാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെ ഡോൺ ബോസ്കോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കപ്പെടുകയുണ്ടായി. ഡോൺ ബോസ്കോ ഈ വ്യക്തിയുടെ മുറിയിലേക്ക് കയറിയ ഉടനെ തൻ്റെ തലയിണയുടെ കീഴെ വെച്ചിരുന്ന 2 തോക്ക് അയാൾ കയ്യിലെടുത്തു. ഒരു തോക്ക് ഡോൺ ബോസ്കോയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ കുമ്പസാരത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ നിമിഷം ഞാൻ നിങ്ങളെ വെടിവെച്ച് കൊല്ലും. പിന്നെ മറ്റു തോക്കുകൊണ്ട് സ്വയം വെടിവെച്ച് ഞാനും മരിക്കും. ഡോൺ ബോസ്കോ അയാളോട് പറഞ്ഞു, നിങ്ങളുടെ അനുവാദമില്ലാതെ അനുരഞ്ജന കുദാശയെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല. പിന്നീട് ലോക സാഹിത്യത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചുമെല്ലാം ഡോൺ ബോസ്കോ അയാളോട് സംസാരിക്കുകയുണ്ടായി. തുടർന്ന് ഡോൺ ബോസ്കോ അയാളോട് ഇപ്രകാരം പറഞ്ഞു, എല്ലാവരും പറയുന്നു പ്രശസ്ത ചിന്തകനായ വോൾട്ടയർ നിത്യ നരകാഗ്നിയിലാണെന്ന്. പക്ഷെ ഞാൻ വിചാരിക്കുക ദൈവ കരുണ അയാളെ നിത്യ നരകാഗ്നിയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടാവും എന്നാണ്. ഇത് കേട്ട ഉടനെ ആ നിരീശ്വരവാദിയായ വ്യക്തി ഡോൺ ബോസ്കോയോട് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ കരുതുന്നുണ്ടോ വോൾട്ടയർ നിത്യനരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുമെന്ന്? തുടർന്ന് ഡോൺ ബോസ്കോ അയാളെ നല്ലൊരു അനുതാപ സങ്കീർത്തനം നടത്തുന്നതിനായി ഒരുക്കിയുണ്ടായി. അവസാനം അയാൾ കുമ്പസാരം സ്വീകരിക്കുകയും പരിശുദ്ധ ദിവ്യകാരുണ്യം ഡോൺ ബോസ്കോയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുകയുമുണ്ടായി. പിന്നീട് 3 മാസക്കാലത്തോളം അയാൾ ജീവിച്ചു. എല്ലാ ദിവസവും പരിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും തൻ്റെ കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടുമൊക്കെ രമ്യതപ്പെട്ടുകൊണ്ടാണ് അയാൾ തൻ്റെ നിത്യസമ്മാനത്തിന് യാത്രയായത്. സ്നേഹമുള്ളവരെ, തൻ്റെ നേരെ തോക്കു ചൂണ്ടിയ ആ വ്യക്തിയോട് ഡോൺ ബോസ്കോയ്ക്ക് വേണമെങ്കിൽ വിദ്വേഷം കാണിക്കാമായിരുന്നു. എന്നാൽ ആ വ്യക്തിയുടെ കുറവ് സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തോടെ പെരുമാറുകയും അയാളുടെ ആത്മാവിനെ ഈശോയ്ക്കായി ഡോൺ ബോസ്കോ നേടിയെടുക്കുകയും ഉണ്ടായി. സ്നേഹമുള്ളവരെ, വിശുദ്ധ ജോൺ ബോസ്കോയുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും ദൈവ സ്നേഹത്തിൻ്റെ ആഘോഷമായി മാറട്ടെ. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതുപോലെ ഡോൺ ബോസ്കോ തൻ്റെ ജീവിതത്തിൽ ജീവിച്ചതുപോലെ മറ്റുള്ളവരോട് അനുചിതമായി പെരുമാറാതെ, അവരോട് സ്വാർത്ഥതയോടുകൂടി പെരുമാറാതെ, അവരോട് കോപിക്കാതെ, മറ്റുള്ളവരോട് വിദ്വേഷം വെച്ചു പുലർത്താതെ ദൈവ സ്നേഹത്തിൻ്റെ നീർച്ചാലുകളായി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒലിച്ചിറങ്ങാം. വിശുദ്ധ ജോൺ ബോസ്കോയുടെ മാധ്യസ്ഥം നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബാംഗങ്ങളെയും, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.